IMDbയുടെ 2024 മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സീരീസ് ലിസ്റ്റില് ഫസ്റ്റ് നിന്നൊരു സീരീസ് ഉണ്ടായിരുന്നു, വികടകവി. അപ്പൊ 2024 നടന്ന സാധനം എന്തിനാണ് 2025 കഴിയുമ്പോ പറയണെന്ന് ചോദിക്കേണ്ട. അന്ന് സീരീസ് ആയിട്ട് ഇറക്കിയത് ഇന്ന് സിനിമയായിട്ട് Z5 റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോ എന്താ, സീരീസ് എല്ലാവരും കണ്ടതല്ലേ? അങ്ങനെയല്ല, അന്ന് തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് ഇപ്പൊ തമിഴും അവൈലബിൾ ആണ്. ആൻഡ് കുറെ പേര് എന്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇത് എങ്ങനെയുണ്ട്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഇതിന്റെ വീഡിയോ ഒരു തവണ ചെയ്തതാണെന്ന് തോന്നുന്നു, അത് പോയോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, നോക്കിയില്ല. അപ്പൊ ഞാൻ വെച്ചാൽ ഒന്നും കൂടി വീഡിയോ എന്തായാലും ഇടാം. സോ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു മിത്തോളജിക്കൽ എലമെന്റ്സ് ചുറ്റിപ്പറ്റി നടക്കുന്ന പരിപാടിയൊക്കെയാണ് ഈ സീരീസ് അഥവാ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു കാടുണ്ട്, ആ കാട്ടിന്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിക്ക് രാത്രി ആര് പോയോ പിറ്റേ ദിവസം ചാവ് ഒന്നുമില്ല, മെമ്മറി ലോസ്, വെറും ശരീരം മാത്രം ഉണ്ടാവും. അതായത് ബുദ്ധിഭ്രമം എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ ആ ഒരു ഗ്രാമത്തിൽ 50-60 പേര് അങ്ങനെ ആയ സമയത്ത് ഏതോ ഒരു പട്ടണത്തിൽ നിന്ന് ഒരു ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ ഒരു CID വരും ഇതിനെ ചുറ്റിപ്പറ്റി അന്വേഷിക്കാൻ. അതാണ് വികടകവി. ഇത് എനിക്ക് തോന്നുന്നു നവംബർ 23 ആ സമയത്ത് 2024 മറ്റേ ഇതുണ്ടായിരുന്നു, ഗോവ ഫിലിം ഫെസ്റ്റിവലിലായിരുന്നു ഇത് ഡയറക്റ്റ് ആയിട്ട് പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് Z5 സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓവറോൾ നോക്കുമ്പോൾ ഒരു ആവറേജ് സീരീസ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഷിജു ചേട്ടൻ, നമ്മുടെ ബിഗ് ബോസ് അഖിൽ മാരാരുടെ വലം കൈ ഷിജു ചേട്ടൻ ഇതിലൊരു രാജാവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആള് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഈ സീരീസിൽ എനിക്ക് ആകെ നന്നായി പെർഫോം ചെയ്തിട്ടുള്ളത് അങ്ങേര് മാത്രമാണ്. നടിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന അഥവാ നമ്മുടെ നായിക മേഘ ആകാശാണ്. കിട്ടു ലുക്കായിരുന്നു. വായ തുറന്നാ പോയി ഒരു ഡയലോഗ് ആ കൊച്ചു മര്യാദയ്ക്ക് പറഞ്ഞിട്ടില്ല. ആര് ചത്ത് കിടക്കുമ്പോഴും ആ കൊച്ചിന്റെ മുഖത്ത് കൂട്ടിനെസ് ആണ്. അത് കൂട്ടിനെസ് വിത്ത് ഒരു ലോഡ് ഏഷ്യൻ പെയിന്റ്സ് ആൻഡ് ബിർള വൈറ്റ് വാൾക്കേർ പൊട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു മേഘ ആകാശം. ചില ഇമോഷണൽ സീൻസ് ഒക്കെ നൈസ് ആയിരുന്നു. ആൻഡ് ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇന്ന ആള് കാരണമായിരിക്കും ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇതിൽ നമ്മുടെ നായകന് മണം കിട്ടില്ല. അതായത് ഇപ്പൊ ബിരിയാണി കൊണ്ടേ വെച്ചാൽ അണ്ണന് ബിരിയാണിന്റെ മണം എന്താണെന്ന് അറിയില്ല. എന്നാൽ ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള ഒരു വാതകം ശ്വസിച്ചാൽ അണ്ണന് മാത്രം ഒന്നും പറ്റില്ല. എന്താ ചോദിച്ചപ്പോ അണ്ണന് മണം കിട്ടില്ല അത്ര. അതെന്താ അണ്ണ, മൂക്കിന്റെ ഉള്ളിൽ മറ്റേ ഫിൽറ്റർ ഉണ്ടോ, 5-6 ലെയർഡ് ഫിൽറ്റർ. എടേ മണം കിട്ടില്ല നോക്കി, പോയിസണസ് ഗ്യാസ് ഉള്ളിക്ക് തന്നെയല്ലേ പോണ്. അജാതി ഒരു തേങ്ങാക്കോല ലോജിക് ഒക്കെ ഈ സീരീസിലുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ടുവേർഡ്സ് എൻഡ് ഒക്കെ ആകുമ്പോൾ പണ്ട് ക്ലൗഡ് സീഡിങ്ങും അതേപോലെ ആർട്ടിഫിഷ്യലായിട്ട് മഴ പെയ്യിപ്പിക്കിനെ പറ്റിയിട്ടൊക്കെ ഈ സീരീസ് പറയുന്നുണ്ട്. ഇപ്പൊ 2.5 മണിക്കൂറിന്റെ ഒരു സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കാരണം തുടക്കമൊക്കെ കിടുവായിരുന്നു. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്കൊരു മിത്തോളജിക്കൽ എലമെന്റ്സ് ഉള്ള ഒരു സീരീസ് അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ ഒരു ഗമ്മ് കിട്ടില്ല, ഒരു ത്രില്ല്. ആ സാധനം ഒന്നും എനിക്കിതിൽ ബേസിക്കലി കിട്ടിയില്ല. ചിലവർക്ക് ഇത് ചിലപ്പോൾ വൻ കിടുവായിട്ട് തോന്നും, എനിക്കറിയില്ല. ഇനിയിപ്പോ സീരീസിന്റെ ഷോർട്ടർ വേർഷൻ വന്നുകൊണ്ട് ഒന്നും കൂടി ക്രിസ്പ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ട്രൈ ഇറ്റ് ഔട്ട്. തമിഴിലും തെലുങ്ക് ഭാഷയിലും അവൈലബിൾ ആണ്.